മൈ ഗൈസ് നോമ്പ് തുറന്നതിന് ശേഷം എന്തൊക്കെ കഴിച്ച് നോക്കിയാലോ നോമ്പ് തുറച്ചാൽ ഒടുക്കത്തെ വിശപ്പായിരുന്നു. ഒന്നും നോക്കിയില്ല. എൻ്റെ പ്ലേറ്റിലേക്ക് ഞാൻ അവിടെ നിറച്ച് വെച്ചേ ഒരു 10-14 കട്ട്ലറ്റും 5 പീസോളം മുട്ടൻ്റെ കേക്ക് കൊടുത്ത് വെച്ചിട്ടോ. പിന്നെ 3 ഗ്ലാസ് ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെ പറ്റി പോയെന്നുള്ള. പഠിച്ചോനെ വിശന്ന് എനിക്കിനി വിളിക്കാത്ത ബദരിങ്ങളില്ലാന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെന്താ അൽഹംദുലില്ലാ നോമ്പ് തുറന്നപ്പോൾ റാഹത്തായിട്ടോ. നിസ്കാരം കഴിഞ്ഞ ശേഷം പത്തിരി കഴിച്ച്. പത്തിരിൻ്റെ എണ്ണം ഒന്നും ഞാൻ എണ്ണുന്നില്ല, നിങ്ങളിരുന്ന് എണ്ണിക്കോളിട്ടോ. അത് പത്തിരിൻ്റെ കൂടെ പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. ഇമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ആയിരുന്നു. 1.5 പോളി സാധനം കേട്ടോ. ഇപ്പോഴാണ് നോമ്പ് പിടിച്ചൊരു കാര്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കട്ടൻ ചായ കുടിച്ച് ഞാൻ വേഗം മാറ്റി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്ത് പോയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിച്ചു. എനിക്കാണെങ്കിൽ മഴ പെയ്ത ഒടുക്കത്തെ വിശപ്പാണ് ഗൈസ്. 2 കോഴിക്കാലം തന്ന് പിന്നെ നൂട്ടലബണ്ണം കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഫ്രഷ് ലൈമും കുടിച്ച് പിന്നെ ഒരു വലിയ ലോഡർ സൈസും വാങ്ങി അങ്ങോട്ട് കഴിച്ചിട്ടോ. അൽഹംദുലില്ലാ ഹയർ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി മുഹബത്ത് കാ ഷർബത്തും കുറിച്ച് മുഹബത്ത് അങ്ങോട്ട് വെച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഈ ഒരു പുഡിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി പുഡിങ് അത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒന്നും നോക്കില്ല അതങ്ങോട്ട് വെച്ച് കയറി. പിന്നെ അത് വെജ് ബണ്ണോ കേട്ടോ 2 എണ്ണം അതും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഞാൻ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. മന്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു കാര്യം ഓർമ്മ വന്നത്. കാസറോൾ എന്തോ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ കട്ട്ലറ്റ് ഇപ്പം നോക്കില്ല കട്ട്ലറ്റും വെച്ച് കയറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരി തിന്നാൻ തുടങ്ങി. പത്തിരി ഞാൻ എണ്ണുന്നില്ല എങ്കിലും എന്നെക്കോളി നേരത്തെ പോലെ തന്നെ പത്തിരി. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. പക്ഷേ ബീഫ് കറി ഞാൻ കൂട്ടില്ല, മീൻ മുളകിട്ടോ അത് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ ശേഷം ഉമ്മണ്ട് നല്ല അടിപൊളി ചോറും അതിലേക്ക് കടുമാങ്ങലുണ്ട്. അണ്ടി അതിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ മാങ്ങാണ്ടി മുമ്പിട്ട് ഞാൻ ആ ചോറ് അങ്ങോട്ട് തിന്നിട്ട് അൽഹംദുലില്ലാ ഹയർ അഗൈൻ ഹയർ. എന്ത് രസമാണ് നോമ്പ് പിടിക്കുകയാണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 5-6 പഴം എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പഴം തന്നിട്ട് പിന്നെ ഇതാ ഈ ഒരു ഉപ്പിലിട്ട പൈനാപ്പിളും പേരയ്ക്കും കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വത്തക്കും കഴിച്ച് പിന്നെ കുറച്ച് റസ്ക് ഉണ്ടായിരുന്നു. ഇമ്മൻ്റെ റസ്ക് കൊടുത്ത് കഴിച്ച് പിന്നെ നമ്മളെ ഈ കൽക്കണ്ടം കഴിച്ച് കുറച്ച് കാരൊക്കെ എടുത്ത് റൂം പോയിട്ടോ. ഇപ്പൊ രാത്രി ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് കഴിച്ച് ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഇനിയിപ്പോൾ പുലർച്ചെ 5 മണി ആവുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് വേഗം ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചപ്പോൾ നേരത്തെ ബാക്കി വെച്ച പഴമില്ല അതെടുത്ത് നേരെ റൂമിലേക്ക് വന്നിട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഇനി 5 മണി കാത്തു നല്ല കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ.